തോട്ടപ്പള്ളി ഒറ്റപ്പനക്കൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന 60കാരിയെ ഈ മാസം 17-ാം തീയതിയാണ് വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സമീപത്തെ പള്ളിയിലെ ജീവനക്കാരനായ അബൂബക്കർ ശനിയാഴ്ച രാത്രി ഈ വീട്ടിലെത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു. തുടർന്ന് അറസ്റ്റ് ചെയ്തു. കൊലപാതക കേസിൽ വയോധികൻ റിമാൻഡിൽ കഴിയവേ വയോധികയുടെ കാണാതായ മൊബൈൽ ഫോൺ മറ്റൊരു സിമ്മിട്ട് പ്രവർത്തിപ്പിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് തൃക്കുന്നപ്പുഴ പതിയാങ്കര സ്വദേശി സൈനുലാബ്ദീനും ഭാര്യ അനീഷയും പിടിയിലാകുന്നത്. കുറ്റകരമായ അബദ്ധം തിരിച്ചറിഞ്ഞ അന്വേഷണ സംഘം അബൂബക്കറിനെ കൊലക്കുറ്റത്തിൽ നിന്നും ഒഴിവാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകി. എന്നാൽ വയോധികനെതിരെ ബലാത്സംഗം, വീട്ടിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങിയ വകുപ്പുകൾ നിലനിൽക്കുമെന്നാണ് പോലീസിന്റെ നിലപാട്. അബൂബക്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച ആലപ്പുഴ സെഷൻസ് കോടതിയിലും പോലീസ് ഈ വാദത്തിൽ ഉറച്ചുനിന്നു. നിരപരാധിയായ വയോധികനെ കള്ളക്കേസിൽ കുടുക്കുകയായിരുന്നുവെന്ന് പ്രതിഭാഗം വക്കീൽ വാദിച്ചു. കൊലപാതകം ഒഴിവാക്കിയതുകൊണ്ടുതന്നെ മറ്റു 2 വകുപ്പുകളും നിലനിൽക്കില്ല. ഇരുഭാഗങ്ങളും കേട്ട കോടതി ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയും. നിലവിൽ കേസിലെ 3-ാം പ്രതിയാണ് അബൂബക്കർ. 1-ാം പ്രതി സൈനുലാബ്ദീൻ റിമാൻഡിലാണ്. ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനും അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകി. 2-ാം പ്രതിയും സൈനുലാബ്ദീന്റെ ഭാര്യയുമായ അനീഷ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വണ്ടാനം മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. മോഷണം മാത്രമാണോ കൊലപാതകത്തിന് പ്രേരണ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.